ശക്തിയെ പോട്രി, ശിവനെ പോട്രി. പോട്രി എന്ന് വെച്ചാൽ ശരണം കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു സമയം ആര് ശിവക്ഷേത്രത്തിൽ പോയാലും അവരുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ ഒരു സമയം ശിവക്ഷേത്രത്തിൽ പോയി, ഞാൻ ഈ പറയുന്ന ലളിതമായ കാര്യം, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ ചില കാര്യങ്ങൾ ചെയ്താൽ വളരെ വലിയ സമ്പത്ത് വന്നു ചേരുമെന്ന് മാത്രമല്ല, ആ വ്യക്തി രക്ഷപ്പെടും. ഇപ്പം ഒരു കുടുംബത്തിലെ ഒരു ഭർത്താവിന് നല്ല ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഭാര്യ പോയാൽ ആ കുടുംബം മുഴുവനാണ് രക്ഷപ്പെടുന്നത്. ഭർത്താവിന് നല്ല ജോലിയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നല്ല സ്വഭാവവും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വദോഷങ്ങളും മാറാനും ഈ ഒരു കാര്യം ഉപകരിക്കും. ഞാനീ പറയുന്ന ഒരു സമയം ശിവക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക. ലളിതമായ ഒരു 3 കാര്യമാണ് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന എല്ലാ കാര്യവും പറയത്തുള്ളൂ. അത് ഞാനീ പറയുന്ന സമയം ശിവക്ഷേത്രത്തിൽ ചെയ്യണം. ഇന്ന് വീഡിയോ മുഴുവൻ ശിവഭഗവാനെക്കുറിച്ചാണ് പറയുന്നത്. വാട്സാപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, ശിവഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന്. അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഭഗവാനെ നിങ്ങൾ അറിയുന്ന രഹസ്യമായ കുറേ വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ആര് കാണുന്നു അവർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അവർക്കെല്ലാം അവരുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും, യാതൊരു സംശയവും വേണ്ട. ജീവിതം രക്ഷപ്പെടും, അവരുടെ ആത്മാവിനും ഈശ്വര്യമായ സദ്ഗതി കിട്ടും. അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെക്കുറിച്ചല്ല, ഭഗവാനെക്കുറിച്ചാണ്, ശിവനെക്കുറിച്ചാണ്. സത്യസന്ധമായ ആ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓരോ ശ്വാസത്തിലും ശിവനാമം ജപിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഭഗവാനെക്കുറിച്ച് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും വിലപ്പെട്ട ഒരു 10-25 മിനിറ്റ് ആയിരിക്കും. വീഡിയോ എത്രയാണെന്ന് എനിക്കറിയില്ല, എത്ര നേരം പോകുമെന്നറിയില്ല. എത്ര നേരം പോയാലും നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളായിരിക്കും അത്. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി നേടുന്ന കാര്യങ്ങൾ ഒന്നുമല്ല. ഈ 10-25 മിനിറ്റ് നിങ്ങൾ നേടുന്ന കാര്യമായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഞാനെല്ലാം പറഞ്ഞു തരാം. ശിവനെക്കുറിച്ചാണ് ഇന്ന് മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ് മുഴുവൻ പറയാൻ പോകുന്നത്. ആരും പറഞ്ഞു തരാത്ത കാര്യം. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ആ ശിവനിൽ നിന്ന് വന്ന ശിവപരമ്പരയിൽ നിന്ന് വന്ന ആൾക്കേ അത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ തന്നെ നിരൂപിച്ചു. ഭഗവാനിൽ നിന്ന് വരുന്നതാണെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് ഒരു തവണ ചെയ്താൽ ജീവിതം മാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്നാണ് പറയാം. ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ആവശ്യമുള്ളൊരു ക്ഷേത്രത്തിൽ പോയി ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. വിശ്വാസത്തോടുകൂടി ചെയ്യണം, പിന്നെ നമ്മൾ പ്രയത്നിക്കണം. അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. പിന്നെ ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യങ്ങളായിക്കോട്ടെ, ശിവവിദ്യ ആയിക്കോട്ടെ, വേറെ ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കേൾക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന ശിവവിദ്യയാണ്. ഭഗവാനെ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്ന ആണ്. ശിവവിദ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കാഷായ വസ്ത്രം കൊടുത്തോ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിലൊന്നുമല്ല കാര്യം. പ്രാണൻ ആ ശിവനാമം ജപിച്ച് ആ ശരീരത്തിനുള്ളിൽ ലയിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അവിടെ ശിവനെ അറിയുന്നവനാണ് ആ ശിവബോധമുള്ളത്. അല്ലാതെ വസ്ത്രത്തിലോ ഒന്നും അല്ല കാര്യം, പ്രസംഗത്തിലോ ഒന്നുമല്ല. നിങ്ങൾ എന്നെ ഇപ്പോൾ ഈ ഷർട്ടൊക്കെ എടുത്ത് കാണുന്നതിലും അതിനപ്പുറത്തൊരു ആ ശിവബോധം എന്ന് പറഞ്ഞാൽ അത് ലയിച്ചാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ അറിവുകൾ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറയാൻ പോകുന്നത്. അത് ശരിക്കും മനസ്സിലാക്കുക, ഹൃദയത്തിലേക്ക് കേൾക്കുക, ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക, പ്രയത്നിക്കുക, ജീവിതത്തിൽ എല്ലാം വന്നു ചേരും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഞാനീ പറയുന്ന ഒരു സമയം, അതായത് ശനിയാഴ്ച വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി ആദ്യം ഒരു പിൻവിളക്കിന് രസീത് എടുത്തിട്ട് അത് നടക്ക് നേരെ പിടിച്ച് അമ്മയെ പാർവതി ദേവി, അവിടുത്തെ ദിവ്യ മാതാവേ എന്ന് വിളിക്കണം. അവിടുത്തെ പാദങ്ങളിൽ കോടി പ്രണാമം, കോടി മഹത്വം. നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നടക്കി വെക്കുക. മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ഒരു നെയ്വിളക്കിന് രസീത് എടുക്കുക. 2 കദളിപ്പഴം. അത് ഒന്നുകിൽ ക്ഷേത്രത്തിലുണ്ടേ വാങ്ങുക, അല്ലെ നിങ്ങൾ തലേദിവസം പച്ചമരുന്ന് കടയിൽ വാങ്ങി വെച്ചോണം. വാങ്ങിക്കൊണ്ട് വേണം അമ്പലത്തിൽ പോകാൻ.
സാധ്യത ഉണ്ടോ എന്ന് നേരത്തെ അന്വേഷിക്കണം. 2 പഴുത്ത കദളിപ്പഴമായിരിക്കണം. പച്ചയൊന്നുമാണ് ഒരു ഫലം ലഭിക്കരുത്. പിന്നെ പഴുത്ത് അളിഞ്ഞു പോകരുത്. നല്ല നമ്മൾ കഴിക്കുന്നതിൽ നല്ലതായിരിക്കണം ഭഗവാൻ കൊടുക്കുന്നത്. 2 പഴുത്ത കദളിപ്പഴവും പിന്നെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നെയ്വിളക്കിന് രസീതെടുത്ത് ആ നെയ്വിളക്കിൻ്റെ രസീതും നെയ്വിളക്കും കദളിപ്പഴവും കൂടെ കൂട്ടിപ്പിടിച്ച് അത്രയും പ്രത്യേകമായിട്ട് അത്രയും ഒരുമിച്ച് വെക്കണം. പിൻവിളക്കിൻ്റെ രസീത് ആദ്യം അത് മാത്രമായിട്ട് വെക്കണം. പിൻവിളക്കിൻ്റെ രസീത് അത് മാത്രമായിട്ട് വെച്ചു കഴിഞ്ഞ് 2 കദളിപ്പഴവും നെയ്വിളക്കിൻ്റെ രസീതും നെയ്വിളക്കും കൂട്ടിപ്പിടിച്ച് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം, നിങ്ങളുടെ സ്ത്രീകളെ പോയി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നല്ലൊരു ജോലി, നല്ല ഉയർച്ച, സമ്പത്ത്, നല്ല സ്വഭാവം എല്ലാം പ്രാർത്ഥിക്കുക. പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അമ്മമാർക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അവനവന് വേണ്ടി സ്വയം പ്രാർത്ഥിച്ച് അവനവനും ചെയ്യാം. ഇത് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ചു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് സാധിക്കുന്ന പോലെ ശനിയാഴ്ച വൈകിട്ട് ചെയ്യുക, ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ശനിയാഴ്ച രാവിലെ അല്ല, ശനിയാഴ്ച വൈകിട്ട് ചെയ്യുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇപ്പോൾ ഒരു തവണ ചെയ്താൽ ഫലം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഫലം കിട്ടാം, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അപ്പം നമ്മളുടെ മുന്നിൽ ആവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും അനുഗ്രഹിക്കണം തീരുമാനിക്കുന്ന ഭഗവാനാണ്. ചിലരെ പെട്ടെന്ന് അനുഗ്രഹിക്കും, ചിലർ ചിലപ്പം കുറച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാനെ മറക്കരുത്. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഭഗവാൻ ഇത് പറയാൻ കാര്യം, ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ഒരു കുടുംബത്തിന് അതുപോലെ ഉയർച്ചയുണ്ടായി. അപ്പോൾ അവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു, സാറേ ഇത് വീഡിയോയിലൊന്ന് പറഞ്ഞു കൊടുക്കണം, ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യട്ടെ. അപ്പം ഞാൻ അവരെ ഈ വേളയിൽ സ്മരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ നൽകട്ടെ. അപ്പം ഞാനിത് ഒരിക്കൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, ഞാൻ പറഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം അവർ ചെയ്തതാണ്. ഇത് അവർക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അവരുടെ വലിയ ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സകല ദോഷങ്ങളും മാറിക്കിട്ടും. ശാപദോഷങ്ങൾ മാറും, കർമ്മദോഷങ്ങൾ മാറും, മാത്രമല്ല തടസ്സങ്ങൾ മാറും, സർവ്വ ഐശ്വര്യങ്ങളും കൈവരും. ഇത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ സ്വഭാവവും നന്നാകും. വീട്ടിൽ കലഹങ്ങൾ മാറും, സമ്പത്ത് ധാരാളം വരും, ഐശ്വര്യങ്ങളുണ്ടാകും, കടബാധ്യതകൾ മാറും, സകല ദോഷങ്ങളും സകല ദുരിതങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇതിനൊക്കെ വളരെ തുച്ഛമായ പൈസയാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അതും ചെയ്യാൻ പറ്റാത്തവരാണ് ചെയ്യേണ്ടതെന്നുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക. ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. വലിയ പൈസ മുടക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല. കാരണം ഞാൻ ആ സത്യമായ ശിവനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ശിവബോധം ഞാൻ ഒരിക്കലും പറയാറില്ല. നിങ്ങൾ എൻ്റെ പുറകെ നടക്കണമെന്നോ എന്നെ വന്ന് എപ്പോഴും കാണണമെന്നോ ഒന്നും പറയാറില്ല. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കണമെന്നോ എന്നെ ഗുരുവായിട്ട് കാണണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല. നിങ്ങളുടെ ഗുരു പരമേശ്വരനാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയും പരമേശ്വരനും പരമേശ്വരിയെയും അഗസ്ത്യരെയും വന്ദിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ ബോധത്തിൽ ലയിച്ചിരിക്കുക. അല്ലാതെ എൻ്റെ പുറകെ നടക്കണമെന്നോ എന്നെ ഗുരുവായിട്ട് കാണണമെന്നോ ഞാനൊരു ഗുരുവല്ല, ആരുമല്ല, എനിക്കൊരു അറിവുമില്ല. നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി കളയണമെന്നോ എൻ്റെ പുറകെ നടക്കണമെന്നോ ഒന്നും പാടില്ല. നിങ്ങളുടെ സമയം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക. ഇത് നല്ല കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക, അതോടൊപ്പം പരിശ്രമിക്കുക. ചെയ്ത കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവികമായ ആ മുഴുവൻ ശിവവിദ്യകളും ആണ് പറഞ്ഞു തരുന്നത്. അതൊക്കെ മോക്ഷപ്രാപ്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരാധീനവും ഈശ്വര സദ്ഗതി ഉണ്ടാകുന്നതും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതിക സുഖങ്ങളായ വീട്, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ കൈവരുന്ന കാര്യങ്ങളും ആ ഈശ്വര്യമായ സദ്ഗതി പ്രാപിക്കുകയും ചെയ്യും. മോക്ഷപ്രദമായ കാര്യങ്ങളൂടെയാണ് ഈ പറയുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ അതൊരു കാര്യങ്ങളല്ല പറയുന്നത്. അവർക്ക് വേണ്ട എല്ലാ സമ്പത്തും ഐശ്വര്യം ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം ഈശ്വരനെ അറിയാനും ഈശ്വര്യമായ അനുഗ്രഹം ഉണ്ടാകാനും സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് രാവിലെ ഒരമ്മ എൻ്റെ അടുത്ത് വന്നു. ചിലപ്പോൾ അമ്മയൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ വന്ന് അവരൊരു വീട് സ്ഥലവും വാങ്ങിച്ചു. നല്ല വലിയ തുകയായതാണ്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് അവർ പുത്തങ്കാവിൽ പോയി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ല ഒരു കുറച്ച് ലോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു വീട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാങ്ങാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സംശയം എന്നോട് ചോദിക്കാൻ വന്നു. ഞാൻ ആ സംശയം എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. പക്ഷേ നമ്മളുടെ പറയുന്ന കാര്യങ്ങളോ വീഡിയോ പറഞ്ഞിട്ടോ നല്ല രീതിയിൽ ചെയ്യുന്നവർക്കെല്ലാം വലിയ വീടായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ഉയർച്ചയായിക്കോട്ടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ശരിയായിട്ട് മനസ്സിലാക്കി ഇതെല്ലാം സത്യസന്ധമായ ഈശ്വര്യമായ നല്ല കാര്യങ്ങളാണ്. എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു തുകയുടെ വീടാണ് വാങ്ങിയത്. എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. കാരണം ഒരു 18 വർഷമായിട്ട് വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണ്.
അപ്പോൾ അവർക്കത് സാധിച്ചതിൽ ഞാൻ ഈ നാവ് കൊണ്ട് പുത്തൻകാവലമ്മയോട് ചെയ്യാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ നന്മയും ഭക്തിയും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അവരുടെ പ്രാർത്ഥനയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്താൽ അവർ ആ ഭഗവാനെ അതുപോലെ വിളിച്ചുകൊണ്ട് കൂടിയാണ്, അല്ലെ പുത്തൻകാവിലമ്മയെ അതുപോലെ വിളിച്ചുകൊണ്ട് കൂടിയാണ്. എന്തായാലും വലിയ സന്തോഷം. കാരണം അതിന് ഞാനും ഒരു കാരണക്കാരനാണ് എന്നുള്ളതാണ്. ഈ നാവിൽ നിന്ന് വന്ന ചില കാര്യങ്ങളും അവരുടെ ആ ഒരു വീട് വാങ്ങുന്നതിൽ അത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ഈ കൂവളത്തിലെ അർച്ചനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. 21 ദിവസം അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ രാവിലെ കൂവളത്തിലെ അർച്ചന ചെയ്യുക. നിങ്ങളുടെ സകല പാപങ്ങളും ദുരിതങ്ങളും കർമ്മദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ചെയ്യുന്ന ദിവസം ഒരു പാൽപ്പായസവും പിൻവളക്കൂടെ കൂവളത്തിലെ അർച്ചനയുടെ കൂടെ ചെയ്യണം. ഇത് 21 ദിവസം കഴിഞ്ഞ് അവസാനിക്കുന്ന ദിവസവും പാൽപ്പായസവും പിൻവളക്കും കൂടെ കൂവളത്തിലെ അർച്ചനയുടെ കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യണം 21 ദിവസം അടുപ്പിച്ച്. നിങ്ങളുടെ ഭഗവാന്റെ അപാരമായ കൃപയുണ്ടാകും. ഈ വീഡിയോ മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ് കേട്ടോ. ഭഗവാന്റെ അപാരമായ കൃപയുണ്ടാകും എന്നുള്ളതാണ്. കൂവളത്തിലെ അർച്ചന എത്രയോ നമ്മുടെ ജന്മാനുജന്മങ്ങളിലെ പാപങ്ങളെ ഇല്ലാതാക്കും. ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് കൂവളത്തിലെ അർച്ചന. ഭഗവാന് പ്രിയങ്കരമാണ്. നമ്മുടെ ജന്മാനുജന്മങ്ങളായിട്ടുള്ള നമ്മുടെ കർമ്മദോഷങ്ങളെ പാപദോഷങ്ങളെ എല്ലാം മാറ്റിക്കിട്ടുമെന്നുള്ളതാണ്. ഇതൊക്കെ മാറുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് സമ്പത്തുണ്ടായാൽ പോലും അത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ആ ഈശ്വരാധീനം ഉണ്ടാകണം. നമ്മുടെ കർമ്മദോഷങ്ങൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം സമ്പത്തുണ്ടായി രോഗവും ദുരിതവും എന്നും പ്രശ്നങ്ങൾ ഇത് അനുഭവിക്കാൻ പറ്റത്തില്ല. സമ്പത്തുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അക്കൗണ്ടിൽ കിടക്കത്തേ ഉള്ളൂ. ഇത് അനുഭവിക്കാൻ പറ്റുന്നതിൽ കൂടിയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലായി? സമ്പത്ത് ഉണ്ടാവും വേണം, നമുക്കത് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റണം. അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകണം. അപ്പോഴാണ് ആ സമ്പത്ത് ദൈവികമാകുന്നത്. അങ്ങനെ സമ്പത്തുണ്ടാകാനും ഒക്കെ ഈ ശിവപ്രീതി വളരെ അനിവാര്യമാണ്. ആരെ വിളിച്ചാലും ശിവനെ കൂടി വിളിച്ചിരിക്കണം കേട്ടോ. എന്നാലേ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. ശിവനും പാർവതിയും ഒന്ന് തന്നെയാണ്. പാർവതീദേവിയെ വിളിച്ചിട്ട് ശിവനെ വിളിക്കാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ 21 ദിവസം അടുപ്പിച്ച് കൂവളത്തിലെ അർച്ചന ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ വളരെ നല്ലതാണ്. പറ്റുന്നവർ ചെയ്യാം. ഇനി സ്ത്രീകളൊക്കെ ചെയ്യുമ്പം അവർക്ക് ചിലപ്പോൾ അത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഒരു 3 ദിവസമെങ്കിൽ 3 ദിവസം ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്യുക. അത് ഭഗവാൻ അത് സ്വീകരിച്ചോളും. മനസ്സിലായില്ലേ? അതിലൊന്നും തെറ്റില്ല. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥയോടെ എത്ര ദിവസം ചെയ്താൽ അത്ര ആത്മാർത്ഥയോടെ ചെയ്യുക. തുടങ്ങുമ്പോൾ ഒരു പാൽപ്പായസോ ഒരു പിൻവളക്കൂടെ കൂവളത്തിലെ അർച്ചനയുടെ കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. തീരുമ്പോഴും അതുകൂടെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും മാറി ഭഗവാൻ നിങ്ങളെ ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്ന കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരു ദിവസം വർഷത്തിലോ എപ്പോഴെങ്കിലും ഒരു ദിവസം അല്ലെ മാസത്തിലോ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം ചെയ്ത് നോക്കുക. നിങ്ങൾ അന്നേ ദിവസം മനസ്സിൽ ചിന്തിക്കുക, എനിക്ക് ആരോടും വിരോധമില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാത്തിനും ഈശ്വരനോട് നന്ദി, ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല, ആരെയും കുറ്റം പറയത്തില്ല, ഞാൻ ആരുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ എല്ലാത്തിനും പരമേശ്വരനോട് നന്ദി പറയുന്നു, എനിക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ദിവസം മനസ്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലൊന്ന് സങ്കല്പിച്ച് ചെയ്ത് നോക്കിക്കേ. ഒറ്റ ദിവസം, വർഷത്തിലൊരു ദിവസം ചെയ്താലും നിങ്ങൾ അല്ലെ മാസത്തിലൊരു ദിവസവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അങ്ങനെ ഇരിക്കണം. അങ്ങനെ മനസ്സിൽ ആ ഒരു സങ്കല്പമായിരിക്കണം. എനിക്ക് ആരോടും ആത്മാർത്ഥമായിട്ടായിരിക്കണം. എനിക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹമുള്ളൂ, എന്നോട് തെറ്റ് ചെയ്ത് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു, ഞാൻ എല്ലാവരോടും എനിക്ക് നന്ദിയേ ഉള്ളൂ, ഈശ്വരനോട് നന്ദി, പ്രപഞ്ചത്തോട് നന്ദി, പഞ്ചഭൂതങ്ങളോട് നന്ദി, ശ്വസിക്കുന്ന വായുവിനോട് നന്ദി, ഈ ശരീരത്തോട് നന്ദി, എന്നെ താങ്ങി നിർത്തുക, എനിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയോടും നന്ദി, എനിക്ക് അറിവ് പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി, പരമേശ്വരന് നന്ദി, പരമേശ്വരിക്ക് നന്ദി, അഗസ്ത്യർക്ക് നന്ദി, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നന്ദി എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ പറയുക. ആരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. ഒരു ദിവസം അങ്ങനെ ചെയ്യുക. ആരെയും ഞാൻ കുറ്റം പറയത്തില്ല, ആരെയും കളിയാക്കത്തില്ല, പൊങ്ങച്ചം പറയത്തില്ല, എനിക്കൊന്നിലും ഒരു സങ്കടവുമില്ല, സന്തോഷവുമില്ല, എല്ലാം എനിക്ക് ആരോടും ഒരു വിരോധമില്ല. ഞാൻ ആ പരമേശ്വരിയിലും ആ എല്ലാത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആ ഈശ്വരനോട് എപ്പോഴും നന്ദി, പ്രപഞ്ചത്തിനും നന്ദി പറയുന്നു. എനിക്ക് ആരോടും ഒരു വിരോധമില്ല.
എന്ന് സങ്കല്പിച്ച് ഒരു ദിവസം നിങ്ങളൊന്ന് കഴിഞ്ഞു കൂടുക. ഒറ്റ ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഒറ്റ ദിവസം അപ്പം ഇങ്ങനെ മനസ്സിൽ സങ്കല്പം മാത്രം വെച്ചാൽ മതി. നിങ്ങൾ വ്രതമോ ഒന്നും എടുക്കണ്ട, ആഹാരമൊക്കെ കഴിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. മനസ്സിൽ ഈ ഒരു സങ്കല്പം വെക്കുക. അന്നേ ദിവസം ആരെയും കുറ്റം പറയരുത്, ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്, അതുപോലെ അഹങ്കരിക്കരുത്, അതുപോലെ ആരെയും ജഡ്ജ് ചെയ്യരുത്, ആരെയും നമ്മൾ വിധിക്കരുത്. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നു. പാട്ട് പാടുമ്പം നമുക്ക് ആ പാട്ട് കേൾക്കുമ്പം ഇത് വലിയ പാട്ടുകാരൻ പാടുന്ന പോലെ അല്ല, ശരിയായിട്ടില്ല, അങ്ങനെ ജഡ്ജ് നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും ജഡ്ജ് ചെയ്യരുത്. ഒരു കുട്ടി പാടുമ്പം അതിപ്പോൾ ഒരു വലിയ പാട്ടുകാരൻ പാടുന്ന പോലെ ആകത്തില്ല. ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ആണ് അത് പാടുന്നത്. ആ ശ്രമത്തെ നമ്മൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുക. അപ്പോഴാണ് ഈശ്വരനെ അറിയുന്നത്. ആ തിരിച്ചറിവാണ് ഈശ്വരൻ. അതായത് ഒരാളുടെ ചെറിയ പ്രയത്നത്തെ പോലും നമ്മൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുക, അല്ലെ അവരോട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ അവരോട് അഭിനന്ദനങ്ങൾ പറയുക. ഒരാളുടെ ഒരു ചെറിയ പരിശ്രമമാണെങ്കിൽ പോലും അതിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അഭിനന്ദിക്കുക, മനസ്സുകൊണ്ടും നമ്മൾ അവർക്ക് അഭിനന്ദനം പറയുക. അപ്പം അത് ഇങ്ങനെയുള്ള അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുക. നമ്മളിപ്പോൾ ബസ്സിൽ കയറി, നമുക്കിപ്പം തൊട്ടടുത്ത ഒരാൾ എഴുന്നേൽക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് ദൂരെയാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പം തൊട്ടടുത്ത് ഇറങ്ങണം. അപ്പോൾ ഇച്ചിരി നേരത്തേക്ക് എനിക്ക് ആ സീറ്റിൽ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് കരുതി ഒരു സ്വല്പ നേരത്തേക്ക് ഒരു സീറ്റ് ലഭിച്ചാൽ പോലും അതിൽ ചിലർ ഇരിക്കാത്തവരുണ്ട്. ഇച്ചിരി നേരത്തേക്ക് എന്നാ ഇരിക്കാറ്. അപ്പം ഇരിക്കുക, ചെറിയ ചെറിയ സന്തോഷങ്ങളെ അനുഭവിക്കുക, അത് ഈശ്വരനാണ്. അപ്പം നമ്മൾ ഈ ഒരു ദിവസം ഇങ്ങനെയുള്ളൊരു ഈ ഒരു സങ്കല്പം വെച്ചാൽ, അതുപോലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, ചെടികളെ പരിപാലിക്കുക, പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആഹാരം കൊടുക്കുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെയാണ് ശിവബോധം. ഇതൊക്കെ പിന്നെ ആരെയും ജഡ്ജ് ചെയ്യരുത്, ആരെയും വിധിക്കരുത്. നീ എന്നെ കൊള്ളത്തില്ല, അല്ല നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല, വിധിക്കാൻ പോകരുത്. ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകളാണ്, അവർക്ക് ഓരോ മനസ്ഥിതിയാണ്, ഓരോ അവസ്ഥകളാണ്. നമ്മൾ അതിനെ കളിയാക്കുകയോ വിധിക്കാനോ പോകരുത്. അത് ഈശ്വരൻ കൊടുത്ത അവസ്ഥയാണ്. പറ്റുമെങ്കിൽ നമുക്ക് അവരെ സഹായിക്കുക, അല്ലെ കളിയാക്കാനോ വിധിക്കാനോ പോകരുത്. അല്ലെ നീ അങ്ങനെ, നിന്നെക്കൊണ്ട് അത് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് കൊള്ളത്തില്ല പറയരുത്. അത് പറയാൻ നമുക്ക് അധികാരമില്ല. അത് ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവും ഓരോ സാഹചര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം മാത്രം ഈ ഒരു കാര്യം ചെയ്തൊന്ന് മുന്നോട്ട് പോയിക്കും. സങ്കല്പത്തിൽ നിങ്ങൾക്ക് സാക്ഷാൽ ശിവബോധം ഉണ്ടായി വരും. നിങ്ങളുടെ ഉള്ളിൽ ശിവബോധം ഉണ്ടായി വരും. ശിവബോധം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടത്തില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഒരു ദിവസം സങ്കല്പിച്ച് ചെയ്താൽ നിങ്ങൾക്കുള്ളിലൊരു ഒരു സന്തോഷം ഉണ്ടായി വരും. ആ സന്തോഷം ഒരിക്കലും നശിക്കത്തില്ല. നിങ്ങൾ ശിവനെ അറിയും, ശിവബോധം ഉണ്ടായി വരും. നിങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങളിലെല്ലാം ഉത്തരങ്ങളായിരിക്കും ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഭഗവാനെ അറിയും, പരമേശ്വരനെ അറിയും, പരമേശ്വരിയെ അറിയും. മഹാഗുരുക്കന്മാർ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. എനിക്ക് ഗുരുക്കന്മാരുടെ ഒരു കൃപ ഉണ്ടായപ്പം തൊട്ടാണ് എൻ്റെ ജീവിതം മാറിയത്. ഞാനും ചെറുപ്പത്തിലെ ആണെങ്കിലും അസൂയ, കുശുമ്പ്, മറ്റുള്ളവരെ കളിയാക്കുക, പൊങ്ങച്ചം പറയുക, ആരെങ്കിലും ഇപ്പോൾ എന്നെങ്കിലും ഒരു പാട്ട് പാടിയ ഉടനെ പറയും, നിങ്ങളുടെ പാട്ട് കൊള്ളത്തില്ല, ഇന്ന സിനിമ അല്ല ഇന്ന ഒരു വലിയ പാട്ടുകാരൻ പാടിയതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഗുരുക്കന്മാരെ അറിയാൻ, ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം മഹാഗുരുക്കന്മാർ ഊർജ രൂപത്തിലുള്ള ഗുരുക്കന്മാർ, ഇപ്പം ബ്രഹ്മശ്വരി നീലകണ്ഠ ഗുരുപാദ്, അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യം എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഈശ്വരനെ അറിയുന്നതിൻ്റെ ആദ്യം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഒരു കൃപ കൊണ്ടാണ്. അപ്പോൾ ആ ഗുരുവിനെ അറിഞ്ഞപ്പം തൊട്ടാണ് എൻ്റെ ജീവിതം മാറി തുടങ്ങിയത്. പിന്നെ ബ്രഹ്മശ്രീ പൂന്തറസ്വാമി, പിന്നെ മഹാഗുരു അഗസ്ത്യരെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ ചില വിദ്യകൾ, ചില കാര്യങ്ങൾ ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി തുടങ്ങി. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ശുദ്ധ ബോധമാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് ഈശ്വരൻ. ഈശ്വരനെക്കുറിച്ച് പലതും പറയും, ഈശ്വരന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പലതും ചെയ്യും. അതൊക്കെ അവരുടെ സാർത്ഥതയ്ക്ക് വേണ്ടിയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തള്ളിക്കളയുക.
യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ നന്മ തന്നെയാണ് ഈശ്വരൻ, നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ് ഈശ്വരൻ, നിങ്ങളുടെ ആ ശുദ്ധ മനസ്സ് തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് അറിയേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആ ഈശ്വരനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശിവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ നിമിഷം എത്ര ധന്യമാണ്! ഈ നിമിഷം ഈശ്വരൻ കരുതി വെച്ച ഒരു നിമിഷമാണ് നിങ്ങൾക്കും എനിക്കും. കാരണം ഇങ്ങനെ ഒരു അറിവ് അല്ലെ, ഇങ്ങനെ ഒരു ജ്ഞാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. നിങ്ങൾ ഒരു ദിവസം, മാസത്തിൽ ഒന്ന് വീതം ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ ഈ സങ്കല്പത്തിൽ ജീവിക്കുക. ഒറ്റ ദിവസം മതി മാസത്തിൽ. ബാക്കി ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു. ഒരു ദിവസം അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ സങ്കല്പിക്കുക, എനിക്ക് ആരോടും വിരോധമില്ല, എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് തെറ്റ് ചെയ്ത എല്ലാവരോടും. എല്ലാത്തിനും നന്ദി പറയുന്നു. എൻ്റെ ഈ ശരീരത്തോട് നന്ദി പറയുന്നു, പ്രപഞ്ചബോധത്തോട് നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു, പഞ്ചഭൂതങ്ങളോട് നന്ദി പറയുന്നു, ഞാൻ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയോട് നന്ദി പറയുന്നു, എൻ്റെ ജീവൻ നിലനിർത്തുന്ന ഈ ശ്വാസത്തോട് ഞാൻ നന്ദി പറയുന്നു, പരമേശ്വരനോട് നന്ദി പറയുന്നു, പരമേശ്വരിയോട് നന്ദി പറയുന്നു, മഹാഗുരു അഗസ്ത്യരോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാത്തിനും നന്ദി. ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല, ഞാൻ ആരെയും വിധിക്കത്തില്ല, ആരെയും കളിയാക്കത്തില്ല, പൊങ്ങച്ചം പറയത്തില്ല, എനിക്ക് ആരോടും വിരോധമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ഒരു ദിവസം നിങ്ങൾ അങ്ങനെ സങ്കല്പത്തിൽ കഴിഞ്ഞു നോക്കാം. പറ്റുമെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആഹാരം കൊടുക്കുക. പറ്റുന്ന ആർക്കെങ്കിലും അന്നദാനമോ ആഹാരങ്ങളോ ആർക്കെങ്കിലും അർഹരായവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഈശ്വരബോധം ആ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരും. അതാണ് സത്യബോധം, അതാണ് ഈശ്വരൻ, അതാണ് ഈശ്വരൻ, അതാണ് അറിയേണ്ടത്. എത്ര ജന്മങ്ങൾ അലഞ്ഞു നടന്നാലും ഈ ഒരു ബോധത്തെ അറിയാൻ വേണ്ടിയാണ് ജന്മാനുജന്മങ്ങളായി ആത്മാവ് അലയുന്നത്. ഈ ഒരു ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടിയാണ് എത്രയോ ജന്മങ്ങളായിട്ട് ആത്മാവ് യാത്ര ചെയ്യുന്നത്. ഈ ഒരു ഈശ്വരബോധത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതാ ഞാൻ പറഞ്ഞു, ഈ നിമിഷം എനിക്ക് നിങ്ങൾക്കും തന്ന ഈശ്വരന് നന്ദി, പരമേശ്വരന് നന്ദി, പരമേശ്വരിക്ക് നന്ദി, അഗസ്ത്യർക്ക് നന്ദി. പരമമായ ശിവബോധത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ചല്ല, ആരെക്കുറിച്ചുമല്ല, ഈ പരമേശ്വരനെക്കുറിച്ചും ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഈശ്വരന് നന്ദി പറയും. ഒരു ദിവസമെങ്കിലും മാസത്തിൽ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും. നിങ്ങളെ ആർക്കും വിഷമിപ്പിക്കാൻ പിന്നെ പറ്റത്തില്ല, നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ വിജയിച്ച എല്ലാ വ്യക്തികളെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കെല്ലാം ലോകത്തോട് മുഴുവൻ സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാ നന്മകളും ചെയ്യുന്നവരാണ്. ആ സ്നേഹമാണ് ഈശ്വരൻ. അൻപേ ശിവം, അൻപേ ശിവം. സ്നേഹമാണ് ഈശ്വരൻ, സ്നേഹമാണ് ശിവൻ. നിങ്ങളുടെ ഉള്ളിലെ സത്യബോധമാണ് ഈശ്വരൻ, നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് ഈശ്വരൻ, നിങ്ങളുടെ പ്രവൃത്തിയാണ് ഈശ്വരൻ. പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. സത്പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. സത്ചിന്തയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ ശുദ്ധബോധമാണ് ഏറ്റവും വലിയ ഈശ്വര സമർപ്പണം, അല്ലെങ്കിൽ ശുദ്ധബോധമാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരൻ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ചെയ്ത് നോക്കുക. ഞാൻ ഇനിയും പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ഒരു ചില കാര്യം ആലോചിക്കുമ്പോൾ അങ്ങ് പറയുന്നതാണ്. ഇപ്പോൾ ഈ ജ്യോതിഷം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ ആവശ്യമില്ലാതെയൊക്കെ ഇത് ആളുകൾ അറ്റം മൂലം പഠിച്ചിട്ടും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് സത്യമുള്ള കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ ചുമ്മാ ചില പറയുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കാം, സത്യമുള്ള കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം പറയുന്നേ ഉള്ളൂ. അതായത് എനിക്ക് ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ പല കാര്യങ്ങൾ എനിക്ക് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ഒന്നും കൊണ്ടുതരാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് കേട്ടോ. പറയുന്നതിൻ്റെ അപ്പുറം ചിന്തിക്കരുത്. ഒന്നും വേണ്ട, ഒന്നും ഒരു വകയും വേണ്ട, കൊണ്ടുവരികയും ചെയ്യരുത്. അതിനുവേണ്ടിയല്ല ഇനി പറയുന്നത്, വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഷർട്ട് ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ട് തന്നതാണ്. അവരോടുള്ള ആ സ്നേഹം, ബഹുമാനം, അവരത്ര സ്നേഹത്തോടെ വന്നുകൊണ്ട് ഞാനത് ഇട്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് ആളുകൾ ധാരാളം, അത് ഷർട്ടായിക്കോട്ടെ, മുണ്ടായിക്കോട്ടെ, ശിവലിംഗമായിക്കോട്ടെ, ശിവൻ്റെ പ്രതിമയായിക്കോട്ടെ, ഒരുപാട് വിശിഷ്ട വസ്തുക്കളും കാര്യങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ
ഞാൻ ഇപ്പം പറയുന്നു, ആരും ഒന്നും കൊണ്ടുവരരുത്. കാരണം പറയുന്നതിനപ്പുറം ചെയ്യരുത്. ഇത് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ജാതകം എഴുതിയൊരു കണിയാട്ടിയുണ്ട്. ആ കണിയാട്ടി അവർ മരിച്ചുപോയി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവർ ഭയങ്കര ദേവീഭക്തയായിരുന്നു. അതായത് കാവാലം പള്ളിയറക്കാവ് അമ്പലമുണ്ട്, കാവാലം പള്ളിയറക്കാവിൽ അമ്മയുടെ ഭക്തയായിരുന്നു എൻ്റെ ജാതകം എഴുതിയ കണിയാട്ടി. അപ്പോൾ ആ കണിയാട്ടി എൻ്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇദ്ദേഹം ശാസ്ത്രജ്ഞനാവുക. അപ്പം ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചു ഞാനെങ്ങനെ ശാസ്ത്രജ്ഞനാകുക. കാരണം ഞാനൊന്നും ഫിസിക്സ് ഒന്നും അല്ല പഠിച്ചത്. ഞാൻ കൊമേഴ്സാണ് പഠിച്ചു, ബികോമാണ് പഠിച്ചു. പിന്നെ CA ഇന്റർവ്യൂ പോയി, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാനിങ്ങനെ സയൻറ്റിസ്റ്റ് ആകുന്നു. പക്ഷേ ഇന്ന് ഞാൻ അഗസ്ത്യരുടെ പല ഗ്രന്ഥങ്ങളും ഞാൻ പല പ്രാണായാമത്തിൻ്റെ ചില രഹസ്യങ്ങൾ, ശരിക്കും സിദ്ധന്മാർ ശാസ്ത്രം അറിയുന്നവരാണ്. പ്രാണായാമത്തിൻ്റെ ഒക്കെ ശാസ്ത്രം അറിയുന്നവരാണ് സിദ്ധന്മാർ. ആ നിലയിൽ ഞാനും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ആ സിദ്ധവിദ്യയെ, ആ ശാസ്ത്രത്തെ അറിയുന്നവനാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ആ കണിയാട്ടി എഴുതി വെച്ചു. പിന്നെ അവരെഴുതി വെച്ചു ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും വസ്ത്രങ്ങളും പല കാര്യങ്ങളും എനിക്ക് ലഭിക്കുമെന്നുള്ളത്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകണമെന്നായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കോളേജ് അധ്യാപകനായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ആയിക്കോട്ടെ, പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് എങ്ങനെ ഈ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് തെറ്റായിരിക്കും എന്നാണ് ചെറുപ്പത്തിലെ ഞങ്ങളെല്ലാം വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവരന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 43 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതിപ്പം ഒരുപാട് കിട്ടി. ഇനിയിപ്പോൾ ഒന്നും വേണ്ട കേട്ടോ, ഒന്നും ചെയ്യുകയും ചെയ്ത് അതിനല്ല പറയുന്നത്, കൊണ്ടുവരികയും ചെയ്യരുത്, പറയുന്നതിനപ്പുറം ചെയ്യരുത്. അത് ഒരു ഗുരുവെന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരുന്ന ആളെന്നല്ല പറയുകയാണ്, ആരും ഒന്നും കൊണ്ടുവരണ്ട. ഞാൻ അതിനുവേണ്ടിയല്ല പറയുന്നത് കേട്ടോ. അപ്പം അത് എത്രയോ 43 വർഷങ്ങൾക്ക് മുമ്പേ ആ കണിയാട്ടി ആ ജാതകത്തിൽ എഴുതി വെച്ച കാര്യം ഇന്നത് യാഥാർത്ഥ്യമാകുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പം അവരുടെ ആ ജ്ഞാനത്തെ, ആ ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രത്തെ, ആ കണിയാട്ടിയെ പാദങ്ങളെ ഞാൻ കോടി പ്രണമിക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു, മഹത്വം പറയുന്നു, അവരുടെ അപാരമായ ജ്ഞാനത്തെ. കാരണം ഇന്ന് ഞാനതൊക്കെ അനുഭവിക്കുകയാണ്. മാത്രമല്ല എത്രയോ ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ ഞാനുമായിട്ട് പരിചയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അവരതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രേഷ്ഠന്മാരായിട്ടുള്ള പല വ്യക്തികളുമായി പരിചയവും ശ്രേഷ്ഠമായ പല കാര്യങ്ങളും വരുമൊന്നുമല്ല. അതൊക്കെ 43-44 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല. അവരാ ജാതകത്തിൽ കുറിച്ച് വെച്ച വരികളാണ്. അപ്പോൾ അവരുടെ ജ്ഞാനത്തെ, ആ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തെ, സത്യമായ വിദ്യയെ, അവരുടെ ആ ജ്ഞാനത്തെ കോടി പ്രണമിക്കുന്നു. അത് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല, അവരെ ഒന്ന് സ്മരിച്ചില്ലെങ്കിൽ. കാരണം കഴിഞ്ഞ ദിവസവും ഇതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കേദാർനാഥിന് വിശിഷ്ടമായ ചില പ്രസാദങ്ങൾ, അഘോരികൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാല ശിവലിംഗത്തിൽ ഇട്ടത് കുംഭമേളയ്ക്ക് എനിക്ക് കിട്ടി. നാഗാ സന്യാസിമാരുടെ രുദ്രാക്ഷമാല, കാശിയിൽ നിന്നുള്ള ശിവലിംഗം, എത്രയോ ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിരിക്കുന്നിടത്തേക്ക് വരുന്നു. ഏറ്റുമാനൂരപ്പന് ഞാൻ കൊടുത്ത ഒരു രുദ്രാക്ഷമാലയുണ്ട്. എനിക്ക് എവിടെ നിന്നെല്ലാം രുദ്രാക്ഷമാല കിട്ടിയിരിക്കും. ശിവലിംഗം, ശിവന്റെ പല കാര്യങ്ങൾ, കൊട്ടിയൂരുന്ന്, അതുപോലെ എത്രയോ സിദ്ധ സമാധികളിൽ നിന്ന് പല വിഭൂതികൾ, അതിനൊക്കെ അപ്പുറത്തുമായിട്ട് എത്രയോ രഹസ്യ ശിവവിദ്യ. ലോകത്തിൽ ആർക്കും ചിന്തിക്കാത്തതിനപ്പുറമുള്ള ശിവന്റെ, ഭഗവാന്റെ ചില ജ്ഞാനങ്ങൾ.
ഇതെല്ലാം എല്ലാത്തിനും കോടി കോടി നന്ദി, മഹത്വം പരമേശ്വരനോടും പരമേശ്വരിയോടും എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞാൻ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല. എനിക്ക് സത്യസന്ധമായ ഹൃദയത്തിൽ നിന്ന് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല കാര്യങ്ങൾ അറിയുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. എല്ലാം ഈശ്വരനാണ്. അൻപേ ശിവം, അൻപേ ശിവം. ശിവം സ്നേഹമാണ്, പരമബോധമാണ്. ശിവം സ്നേഹമാണ്, അൻപേ ശിവം. അപ്പോൾ എല്ലാവരിലോട്ടും ഭഗവാന്റെ ഈ അനുഗ്രഹങ്ങൾ എത്തട്ടെ. എല്ലാവരും ഈശ്വരനെ അറിയട്ടെ. അറിയേണ്ട കാര്യങ്ങൾ അറിയുമ്പോഴേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരബോധം ഉണ്ടായി വരത്തുള്ളൂ. അല്ലാതെ എത്ര ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ടോ, എത്ര കഥകൾ വായിച്ചുകൊണ്ടോ, എത്ര പുരാണങ്ങൾ വായിച്ചുകൊണ്ടോ, എത്ര മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടോ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അറിയേണ്ട വിദ്യകൾ അറിയേണ്ട രീതിയിൽ അറിയുമ്പോൾ ഉള്ളിൽ മാറ്റം വരുത്തും. നമ്മളീ പറയുന്ന പല രഹസ്യവിദ്യകളും അതിനൊക്കെ എല്ലാം പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും അനുഗ്രഹം ഉണ്ടാവണം. മഹാഗുരു അഗസ്ത്യരുടെയും മുരുകൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതൊക്കെ ആത്മീയതയെന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല, അത് സത്യമുള്ള കാര്യമാണ് ആത്മീയത കേട്ടോ. ഇന്ന് ഞാനിങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ എൻ്റെ മുന്നിൽ ഒരു പാമ്പും കുഞ്ഞ് കിടക്കുക, ക്രോസ്, ചെറിയൊരു പാമ്പും കുഞ്ഞ്. തല പൊക്കി, എന്നെയല്ല, അത് ഓപ്പോസിറ്റേക്ക് തല പൊക്കിയിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ ക്രോസ് കിടക്കുകയാണ്. അതും ഒരു ജീവിയാണ്. ഒരു അപ്പുറത്ത് രണ്ട് സൈഡിലും ചെറിയ കാട് പോലാണ്, നടക്കൊരു വഴിയാണ്. ഞാനൊന്നും ചെയ്തില്ല. ഞാനവിടെ നിന്നു ഓം നമഃശിവായ എന്ന് പറഞ്ഞ് വലതുകാലം നാലക്കി അത് അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഇപ്പം നമുക്ക് ദ്രോഹമില്ലാത്ത, അല്ലെ നമുക്ക് ദോഷം വരാത്ത ഒന്നിനെയും നമ്മൾ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. എൻ്റെ ഫാദർ ഇപ്പം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അല്ലാതെയും ഒക്കെ അദ്ദേഹം കൂവളത്തിൻ്റെ ചോട്ട് ചെയ്യുന്ന ഓം നമഃശിവായ ജപിക്കുന്നുണ്ട്. ഈ കൂവളത്തിൻ്റെ ചോട്ട് ചെയ്യുന്ന ഓം നമഃശിവായ ജപിച്ചാൽ ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഇവിടെ കൂവളത്തിൻ്റെ ചോട്ട് ചെയ്യുന്ന നമ്മൾ ഓം നമഃശിവായ എന്ന് ജപിച്ചാൽ സർവ്വപാപങ്ങളും ഇല്ലാതാകും. ഒരു ദിവസം ജപിച്ചോട്ടല്ല, പല ദിവസം ജപിക്കുക, ഭാഗം ഒരു തവണ ജപിക്കുക. അപ്പോൾ കൂവളത്തിൻ്റെ ചോട്ട് നിങ്ങളെല്ലാം വൃത്തിയാക്കിയായിരിക്കണം. കാടൊന്നും പിടിച്ച കൂവളത്തിൻ്റെ ചോട്ട് ഒന്ന് ജപിക്കരുത്. കാരണം നമ്മൾ അതെല്ലാം വൃത്തിയാക്കി നല്ല എല്ലാം വൃത്തിയാക്കിയിടമായിരിക്കണം കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാട്ടിലൊന്നും കയറിയൊന്നും ജപിക്കരുത്. നല്ല കൂവളത്തിൻ്റെ ചോടെല്ലാം വൃത്തിയാക്കിയ നല്ലൊരു കൂവളത്തിൻ്റെ ചോട്ട് ചെയ്യുന്ന ജപിക്കുന്നത് തെറ്റില്ല, ശ്രദ്ധിച്ചു. അപ്പം അദ്ദേഹം അത് സ്ഥിരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓലഞ്ഞാലി കിളി ഉണ്ടല്ലോ, ആ കിളിയുടെ കൂടുകൾ എറിഞ്ഞു കളയുന്നതായിരുന്നു ഫാദറിൻ്റെ ഹോബി. ചെറുപ്പത്തിൽ പയ്യനായിരുന്നപ്പോൾ, അന്നൊന്നും അറിവില്ലല്ലോ. എവിടെ ഓലഞ്ഞാലി കിളിയുടെ കൂട് കണ്ടാലും എറിഞ്ഞ് നശിപ്പിക്കും. അത് പുള്ളിയുടെ ഒരു ഹോബിയായിരുന്നു. അറിവില്ലാത്ത പ്രായത്തിൽ, വളരെ ചെറുപ്പത്തിലെ പയ്യനായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കൂവളത്തിൻ്റെ ചോട്ടിൽ നിന്ന് അദ്ദേഹം ഓം നമഃശിവായ ജപിക്കാൻ തുടങ്ങിയപ്പം, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഒരു മരത്തിൽ ഒരു ഓലഞ്ഞാലി പക്ഷി വന്ന് കൂട് കൂട്ടി. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശിവഭഗവാൻ അവസരം കൊടുത്തു. ഒരു ഓലഞ്ഞാലി പക്ഷിയുടെ ആയിക്കോട്ടെ, ഒരു കൂടെന്ന് പറഞ്ഞാൽ അതെൻ്റെ വീടാണ്. നമുക്കൊരു വീടുണ്ടാകുന്നത് എന്തൊരു ആഗ്രഹമാണ്. നമ്മുടെ ഒരു സ്വപ്നമാണ് ഒരു വീട്. ഏത് പക്ഷിമൃഗാദികൾക്കാണെങ്കിലും അതിൻ്റെ ഒരു വീടെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ വീട് പോലെ തന്നെ മഹത്തരമാണ്. അപ്പം ഇന്നിപ്പം ആ ഒരു ചെറിയ കൂടുണ്ട് നമ്മുടെ വീട്ടിലൊരു ചെറിയ മരത്തിൽ. അത് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്, ഫാദർ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെയ്ത തെറ്റിന് പശ്ചാത്താപം ചെയ്യാൻ ശിവഭഗവാൻ ഒരു അവസരം കൊടുത്തിരിക്കുക. എല്ലാ വ്യക്തികൾക്കും തെറ്റുകൾ തിരുത്താനുള്ളതാണ്, ആവർത്തിക്കാനുള്ളതല്ല. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പലരെയും കളിയാക്കിയെന്നിരിക്കും, പൊങ്ങച്ചം പറഞ്ഞെന്നിരിക്കും, പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും, മോശം കാര്യങ്ങൾ ചിന്തിച്ചെന്നിരിക്കും. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. പക്ഷെ തെറ്റുകൾ തുടരാനുള്ളതല്ല, അത് ആവർത്തിക്കാനുള്ളതല്ല, തിരുത്താനുള്ളതാണ്. തെറ്റുകൾ തിരുത്താനുള്ളതാണ്. തിരുത്തുമ്പോഴാണ് തെറ്റുകൾ മാനുഷികമാണ്, മനുഷ്യന് പറ്റുന്നത്. തിരുത്തുമ്പോൾ അത് ദൈവികമാണ്. ജീവിതം മാറാനുള്ളൊരവസരമാണ്, തെറ്റുകൾ തിരുത്താനുള്ളൊരവസരമാണ് ജീവിതം. നമുക്ക് ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ
നമുക്ക് ആ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തരും. ആരെങ്കിലും സഹായിക്കാനോ അല്ല ഏതെങ്കിലും ഒരു അവസരം നമുക്ക് തരും. ആ അവസരം പ്രയോജനപ്പെടുത്തിക്കോണം. അപ്പോൾ അതിന് പ്രായശ്ചിത്തമാകും. തെറ്റുകൾ തിരുത്താനുള്ളതാണ്. നിങ്ങൾ ആരോടെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം വേറൊരാൾക്ക് ഒരു ആശ്വാസം കൊടുത്തായിരിക്കും അത് തിരുത്താൻ ഒരു അവസരം തരുന്നത്. അത് പ്രയോജനപ്പെടുത്തിക്കോണം. അതും കണ്ടില്ലെന്ന് പോയാൽ പിന്നെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കർമ്മം നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളൂ. അവസരം കിട്ടും. ഭഗവാനെ വിളിക്കുമ്പോൾ, പരമേശ്വരനെ വിളിക്കുമ്പോൾ തെറ്റുകൾ തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ തരും. അത് പ്രയോജനപ്പെടുത്തിക്കോണം. അത് കൈവിട്ട് കളയരുത്. ചിലപ്പോൾ ഒരാൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടും. നിങ്ങൾ ചിലപ്പോൾ ഒരാൾക്ക് എപ്പോഴെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് തടഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം വിലക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഭഗവാനെ വിളിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടും. ജനുവിനാണെന്ന് ബോധ്യപ്പെട്ടാൽ, സത്യസന്ധമായിട്ടാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരവസരമാണ്. ഭഗവാൻ അവസരം തരും. അത് പ്രയോജനപ്പെടുത്തിക്കണം. തെറ്റുകൾ എപ്പോഴും തിരുത്താനുള്ളതാ, ആവർത്തിക്കാനുള്ളതല്ല. അപ്പം നമ്മുടെ പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എപ്പോഴും ഓർത്തുകൊള്ളുക, നമ്മുടെ പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ സത്ചിന്തകൾ തന്നെയാണ് ഈശ്വരനുള്ള ഏറ്റവും വലിയ സമർപ്പണം. ചിന്തയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുന്നു. ആദ്യം ചിന്ത ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം. അപ്പം നല്ല പ്രവൃത്തികളും ഉണ്ടായിക്കോളും. ഇതൊക്കെയാണ് ശിവബോധം. ഇതാണ് ശിവൻ. ഇത് ശിവനെക്കുറിച്ച് പറയണമെന്ന് പലരും വീഡിയോയിൽ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെക്കുറിച്ച് ഇത്രയും സംസാരിച്ചത്. ഇത് മുഴുവൻ കേൾക്കാൻ പറ്റുന്നവർക്ക്, കേട്ടിരിക്കാൻ പറ്റുന്നവർക്ക് കൂടി പുണ്യമുള്ളവരാണ്. കൂടി പുണ്യമുള്ളവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ ഞാനും നമിക്കുന്നു. കാരണം നിങ്ങൾ നിസ്സാരക്കാരല്ല. ഇത്രയും വീഡിയോ കേട്ടിരിക്കുന്നവരെ ഞാനും നമിക്കുന്നു. പ്രണാമം. നിങ്ങൾക്കും കൂടി പുണ്യമുള്ളവരാണ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് ഇത്രയും അറിയണം എന്നുള്ളതുകൊണ്ട് അവരതുപോലെ പുണ്യമുള്ളവർക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകും. ആ ഈശ്വര ഇത്രയും പുണ്യമുള്ളവരെ ഇത് മുഴുവൻ കേട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ അവസാനം വരെ കേട്ടിരിക്കുന്നവർക്ക് എൻ്റെ കൂടി പ്രണാമം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരമേശ്വരനും കൂടി പ്രണാമം. പരമേശ്വരിക്കും കൂടി പ്രണാമം. മഹാഗുരു അഗസ്ത്യർക്കും കൂടി പ്രണാമം. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർക്കും കൂടി പ്രണാമം. ബ്രഹ്മശ്രീ പൂന്തറസ്വാമിക്കും കൂടി പ്രണാമം. ജ്ഞാതാജ്ഞാതങ്ങളായ എനിക്ക് അറിവ് നൽകുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ നയിക്കുന്ന സർവ്വ പ്രപഞ്ചത്തിലെ അരൂപികളായ ഗുരുക്കന്മാർക്കും പ്രണാമം. മഹാഗുരു സർവേശ്വരനും പരമേശ്വരനുമായ അപ്പാവും അമ്മാവും അൻപ് ദൈവവുമായ മുരുകനും വണക്കം. പ്രണാമം. കൂടി മഹത്വം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.